ഒരു ഹൈമാവതി കൃഷി വ്ളോഗ് യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നേരെ കാണിക്കാൻ വെച്ചാൽ ഇവിടെ ഒരു വെറൈറ്റി ആയിട്ട് ഒരു കപ്പ നട്ടിട്ടില്ലേ, രണ്ടിട്ട് കിഴങ്ങ് ചെയ്യാൻ വേണ്ടിയിട്ട് 2 ഐറ്റത്തിൽ മുറിച്ചിട്ട് അതിന് ഞാൻ കുറച്ച് വളം ഇട്ട് കൊടുത്ത് കുറച്ച് ഞാൻ ഇനി മണ്ണ് കയറ്റി കൊടുക്കട്ടെ. കുറച്ച് ചാരവും കുറച്ച് ഇതാണ് കമ്പോസ്റ്റ് വളം കൂടി ഇടുന്നത്. കണ്ട, കമ്പോസ്റ്റ് വളം കൂടി ഇട്ട് കൊടുക്കുന്നത് കണ്ടില്ലേ? ഇതേപോലെ ഇട്ട് കൊടുത്തിട്ട് കണ്ട, ഇതുപോലെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇനി കുറച്ച് മണ്ണ് കയറ്റി കൊടുക്കുക. തോല് വാടുണ്ട് ഇനി, അതുകൊണ്ട് തോല് വേണ്ട, അതുകൊണ്ട് ഇങ്ങനെ മതി. ഈ വളം മാത്രം ഇട്ട് കൊടുക്കുന്നേ ഉള്ളൂ. ഇപ്പം ഇനിയത്തെ ഒരു പണിയും കൂടി എടുക്കണം. അന്നേരം കുറച്ച് വളം ഇട്ട് കൊടുക്കുക, കുറച്ച് ഇതെല്ലാം ഇട്ട് കൊടുക്കുക കേട്ടോ. ഇതിപ്പോൾ തൽക്കാലം ഞാനിപ്പോൾ കുറച്ച് കമ്പോസ്റ്റ് വളവും ഇട്ട് കുറച്ച് ചാരം ഇട്ട് കൊടുത്തു. ഇത് ചാരം തേച്ച് വിട്ടേക്കാം കേട്ടോ. ചാരം നല്ലതാണ് വളം. ഇനിയിപ്പോൾ ഞാൻ മണ്ണ് കയറ്റി കൊടുക്കട്ടെ. മണ്ണ് കയറ്റി കൊടുക്കട്ടെ. മഴയുണ്ട് വരുന്ന ജോറായിട്ട്. ഇതൊന്ന് മണ്ണ് കയറ്റി കൊടുക്കട്ടെ. ഇതേപോലെ മണ്ണ് കയറ്റി കൊടുക്കുക. എന്നാലെന്ന് വെച്ചാൽ നല്ലോണം ഉഷാറായിട്ട് കിഴങ്ങ് കഴിഞ്ഞ് വണ്ണം വെച്ചോളും. ഇതാണ് ഇങ്ങനെയാണ് കയറ്റി കൊടുക്കുക. നല്ലോണം അതിന് കിഴങ്ങ് കയറ്റി കൊടുത്താലേ ആ മണ്ണ് വീണാൽ മാത്രമേ കിഴങ്ങ് നന്നാവില്ല. അതിനാണ് ഇട്ട് കൊടുക്കുന്നത്. വെച്ചോ ഇതേപോലെ ഇതുപോലെ മണ്ണ് കയറ്റി കൊടുക്കണം. ഇതിപ്പോൾ ഒന്നിനീടെ കയറ്റി കൊടുത്തു. ഇനിയിപ്പോൾ ഒന്നും കൂടി ഉണ്ട് ഇടാം. ഇതിനും കൂടി കയറ്റി കൊടുക്കട്ടെ. ഇതും കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാമല്ലോ. ഇതെല്ലാറ്റും നല്ലോണം പണിയെടുത്തെങ്കിൽ മാത്രമേ നന്നാവുള്ളൂ. അതുകൊണ്ട് നല്ലപോലെ മണ്ണിട്ട് കൊടുക്കുക, പണിയെടുക്കുക. ഇതിനെല്ലാം പണിയെടുക്കേണ്ട സമയത്ത് ഇട്ട് കൊടുക്കണം, അല്ലെങ്കിൽ ഉണ്ടല്ല നന്നാവില്ല. അതുകൊണ്ട് അതാണ് ഞാൻ എടുക്കുന്ന പണിക്കെല്ലാം നന്നാകുന്നത്. അതാണ് ഇനി സമയത്തും കാലത്തിനും പണിയെടുത്ത് കൊടുത്താലേ നമുക്ക് കിഴങ്ങായാലും ഏത് പച്ചക്കറി ആയാലും അതാത് സമയത്ത് എടുക്കേണ്ട പോലെ എടുക്കണം. മഴയാന്ന് വെച്ചിട്ട് കാത്തു നിന്നാൽ നമ്മൾ കൃഷി നശിച്ചു പോകും. മഴയ്ക്ക് കൃഷി നശിച്ചു പോയി ചെയ്യുന്നു. എന്നാലും നമ്മളൊരു ലേശം ഇട്ട് കൊടുത്താലേ നമുക്കതിൻ്റെ മാറ്റം കാണിക്കാം. കുറച്ച് ചാരവും കുറച്ച് കമ്പോസ്റ്റ് വെള്ളവും കൂടി ഇട്ട് കൊടുത്തേ. ഇതേപോലെ കയറ്റിയിട്ട് കൊടുക്കുക. നല്ലോണം വൃത്തിയിലിട്ട് കൊടുത്താൽ ഇത് 2 കിഴങ്ങ് കിഞ്ഞ് നമുക്ക് നോക്കാമല്ലോ. കിഞ്ഞ് വേണ്ടാന്ന് ഞാൻ അതേ രീതിയിലാണ് നടന്നു. കിഞ്ഞ് കിട്ടിയിട്ടെങ്കിൽ നമുക്ക് തിരിയല്ല. അതിനാണ് എന്താ ഇതേപോലെ ഉണ്ടല്ലേ. ഇതേപോലെ മൂടിക്കൊടുത്തു കണ്ടല്ലോ. ഇനിയിപ്പം നമുക്ക് ഇതിപ്പോൾ കണ്ടല്ലോ. ഇതേപോലെ കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. നല്ലോണം കയറ്റി കൊടുത്താൽ മാത്രമേ, നല്ലോണം മണ്ണ് കയറ്റി കൊടുത്താൽ നല്ലോണം കിഴങ്ങിയില്ല. ഉണ്ടല്ലേ, നല്ല ഉയരത്തിൽ വേണം അതിന് ചുറ്റും വരാനും കിഴങ്ങ് പോകാനും. നല്ല നീളം വരണമെന്നല്ല, ചുറ്റും ഇതേപോലെ ഉയരത്തിലിട്ട് കൊടുക്കണം. നമ്മൾ എടുക്കുന്ന പണി ഭംഗിയിലെടുത്ത് കൊടുത്താൽ മാത്രമേ അതിന് അനുഭവം കിട്ടുള്ളൂ. അല്ലാതെ ഉണ്ട് നമ്മൾ വെറുതെ ഇങ്ങനെ പണിയെടുത്ത്
ഞാനും പണിയെടുക്കുന്നതിനൊന്നും കാര്യമില്ല. അതുകൊണ്ട് ഞാനിപ്പോൾ ഇതുപോലെ ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുക്കട്ടെ. കീയോന്നൊന്നും പറയാൻ കഴിയില്ല, കീഴെന്ന് വെച്ചിട്ടാണ് പണിയെടുക്കുന്നത്. ഇനി കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം. കുറച്ച് കഴിയുമ്പോൾ ഒരിക്കലും ഇട്ട് കൊടുക്കണം കേങ്ങിന് വണ്ണം വെക്കാൻ. ഇതിപ്പോൾ കേങ്ങ് കീയാനാണ്, ചെടി നന്നാവാനാണ് ഇപ്പം പണിയെടുക്കുന്നത്. ഇതുകൊണ്ടല്ലേ ഇപ്പം കണ്ടല്ലോ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. ഞാനിപ്പം എന്നാ പറയുക ഇതിപ്പോൾ കാണിച്ചു തരാം. ഇത് കണ്ടിട്ടുണ്ട്, ഇതേപോലെ ഞാൻ ഇട്ട് കൊടുത്തുകൊണ്ട് ഇതുപോലെ ഞാൻ ഇട്ട് കൊടുത്ത് നല്ല ഉഷാറായിട്ട് കാണുന്നില്ലേ. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് കൊണ്ട് വരുന്നത്. നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ടിട്ട് സപ്പോർട്ട് തരിക. എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ആശംസകൾ. നന്ദി, നമസ്കാരം. എല്ലാവരും എൻ്റെ വീഡിയോ കാണുവാൻ സപ്പോർട്ട് തരും. എല്ലാവരും ചെന്ന് മാത്രമേ എനിക്ക് ചെയ്യാൻ കഴിയില്ല. വെറുതെ നമ്മളിങ്ങനെ ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എല്ലാവരും എൻ്റെ വീഡിയോ കണ്ട് സപ്പോർട്ട് തരുന്ന എനിക്ക് പറയാനുള്ളത്. ഇനിയിപ്പോൾ ഇത്രയേ ഉള്ളൂ. നാളെ വേറെ വീഡിയോ ആയിട്ട് കൊണ്ടുവരുന്നത്. നന്ദി, നമസ്കാരം. ഗുഡ് ബൈ.